എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ സർവേശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 9 10 ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. ധ്രുവൻ്റെ മുന്നിൽ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് അവതരിക്കുന്നതാണ്. ഭഗവാനെ കണ്ട മാത്രയിൽ ധ്രുവനെ ആ കുഞ്ഞിൻ്റെ മനസ്സാണല്ലോ, എങ്ങനെ ആ സ്നേഹവും സന്തോഷവും പ്രകടിപ്പിക്കാൻ എന്നറിയാതെ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചപ്പോൾ അവൻ്റെ മനസ്സിൻ്റെ പരിഭ്രമം മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ശംഖ് കൊണ്ട് ധ്രുവൻ്റെ കവിളിലൂടെ ഒന്ന് തലോടി കൊടുത്തു. അങ്ങനെ ചെയ്തതോടുകൂടി ധ്രുവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത്. ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ധ്രുവൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ സ്വയം പ്രകാശിക്കുകയും ധ്രുവനെ ആ നാവിലൂടെ ഭഗവാനെ തന്നെ സ്തുതിക്കാനുള്ള വാക്കുകൾ, ആ സ്തുതി വചനങ്ങൾ ആ നാവിലൂടെ പുറത്തേക്ക് വരികയും ചെയ്തു. അവൻ്റെ ഉള്ളിൽ ആ ജ്ഞാനം പ്രകാശിക്കുകയും ചെയ്തു. അങ്ങനെ കിട്ടിയ ജ്ഞാനം കൊണ്ട് ധ്രുവൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, മറ്റെന്തിനേക്കാൾ ഉപരി മുക്തിയോ മോക്ഷമോ ഊർധ്വലോകമോ ഒന്നുമല്ല എനിക്ക് വേണ്ടത്. ഈ ഭൂമിയിൽ അങ്ങ് എത്ര ജന്മം തന്നാലും കുഴപ്പമില്ല. അത് ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ഭക്തി ഉണ്ടല്ലോ, ഞാനാണ്, എൻ്റെ കഴിവാണ്, എൻ്റെ ശക്തിയാണ് എന്നുള്ള ഭാവം, ഞാൻ എന്ന അഹങ്കാരമില്ലാതെ സർവസ്വവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭക്തൻ. അങ്ങനെയുള്ള ജന്മങ്ങൾ എത്ര ഈ ഭൂമിയിൽ തന്നാലും അതാണ് ഭഗവാനെ എനിക്ക് സന്തോഷം. കാരണം അതിൽ നിന്നും കിട്ടുന്ന ഒരു പരമാനന്ദം ഉണ്ടല്ലോ. ഈ ഭഗവത് ഭക്തന്മാരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഭഗവാന്റെ ശ്രവണം, ഭഗവാന്റെ കഥകളെ ഗുണകഥകൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അത് ശ്രവിക്കുമ്പോൾ കിട്ടുന്ന, അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദം, ഒരു സുഖം, അത് മറ്റൊന്നുകൊണ്ടും ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജന്മം, അത് എത്ര കിട്ടിയാലും ഭൂമിയിൽ ജനിച്ചാലും സന്തോഷമേ ഉള്ളൂ. മുക്തിയും മോക്ഷവും ഊർധ്വലോകങ്ങളും ഒന്നും വേണ്ട എന്ന് തന്നെയായിരുന്നു ധ്രുവൻ ഭഗവാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ 11ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. ഭക്തിം മുഹുഹു പ്രവഹദാം ത്വയി മേ പ്രസംഗഃ ഭൂയാത് അനന്തഃ മഹദാം അമലാശയാനാം യേന അഞ്ജസ ഉൽബണം ഒരു വ്യസനം ഭവാദ്ഭീം നേഷ്യേ ഭവദ്ഗുണകഥാമൃത പാനമത്തഃ. ഇവിടെ ധ്രുവൻ പറയാണ്, മഹദാം അമലാശയാനാം എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ, അമലാശയാനാം എന്ന് വെച്ചാൽ ഭൗതികമായ മാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തരായ, അതായത് മനസ്സിൽ ഭഗവാനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കളായിട്ടുള്ള നിഷ്കളങ്ക ഭക്തന്മാരുണ്ടല്ലോ, അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുഹുഹു എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഭക്തിയെ പ്രവഹദാം പ്രകടിപ്പിക്കുന്ന, അതായത് അവര് എപ്പോഴും സദാ മുറിയാതെ, മുഹുഹു എന്ന് വെച്ചാൽ മുറിയില്ല, അവരുടെ ഉള്ളിൽ നിന്ന് ആ ഭക്തി പോവില്ല, മറ്റൊരു ഭൗതിക ചിന്തകളും അവരുടെ ഉള്ളിൽ വരില്ല. അങ്ങനെ സദാ ഭഗവത് ചിന്തയിൽ ഇരിക്കുന്ന, ഭഗവാനെ മാത്രം മനസ്സിൽ കണ്ട് മനസ്സ് ഭഗവാനിൽ ചെന്ന് അടങ്ങിയ, അങ്ങനെയുള്ള ഭക്തിയെ നിരന്തരമായിട്ട് ഇങ്ങനെ ഭക്തി പ്രകടിപ്പിക്കുന്ന മഹാത്മാക്കൾ, മഹതാം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള മഹാത്മാക്കളുമായിട്ട് ത്വയി ഭഗവാനെ അങ്ങ് മേ എനിക്ക് പ്രസംഗഃ ഒരു സഹവാസം ഭൂയാത് നൽകണേ എന്ന്. അനന്ത എന്ന് വെച്ചാൽ അനന്ത എന്ന് വെച്ചാൽ അവസാനം, അല്ലയോ പരിമിതിയില്ലാത്തവനെ, പരിമിതികളില്ലാത്ത ഭഗവാനെ എന്നുവെച്ചാൽ അവസാനമില്ലാത്ത ഭഗവാനെ എന്ന് വെച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശാശ്വത സത്യമായ ഭഗവാനെ. ഭഗവാന്റെ ഗുണകഥകൾ
ഭഗവാന്റെ ഗുണകഥകൾ പറഞ്ഞു കൊടുക്കുന്ന, സദാസമയം ഭഗവത് ചിന്ത, മനസ്സിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും മനസ്സ് ഭഗവാനിൽ ചെന്ന് അടങ്ങിയിരിക്കുന്ന, ഭഗവാനെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ച് സദാ ഭഗവത് ചിന്തയിൽ വസിക്കുന്ന, ആ ഭക്തിയെ എപ്പോഴും പ്രകടിപ്പിക്കുന്ന അങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ട്, ഉത്തമ ഭക്തന്മാരുമായിട്ടുള്ള ഒരു സഹവാസം, അവരുമായിട്ടുള്ള ഒരു സത്സംഗം, അതെനിക്ക് എപ്പോഴും തരണേ. അപ്പം എന്നെപ്പോലെയുള്ളവർ, സാധാരണക്കാർ, മറ്റു ഭൗതിക വിഷയങ്ങളും ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ നിത്യവും ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു സഹവാസം വരുമ്പോൾ മനസ്സ് എപ്പോഴും ഭഗവാനിൽ ഇങ്ങനെ അടങ്ങിയിരിക്കും. മറ്റു ചിന്തകളിലേക്ക് മനസ്സ് പോവില്ല. നമ്മൾ മനസ്സിലാക്കിയത് എന്താ? ആത്മീയത എന്ന് പറയുന്നത് മനസ്സ് അടങ്ങലാണ്, മനസ്സ് ബാലൻസ്ഡ് ആവലാണ്. അപ്പോൾ അതിന് മനസ്സ് ഭഗവാനിൽ അടങ്ങിയിരിക്കാൻ, മറ്റു വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരാതിരിക്കാനായിട്ട് സദാ ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു സഹവാസം അതെനിക്ക് നിത്യവും നൽകണേ. അങ്ങനെ സംഭവിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അഞ്ജസ, വളരെ എളുപ്പത്തിൽ, നേഷ്യ എന്ന് വെച്ചാൽ ഞാൻ തരണം ചെയ്യുന്ന, ഭവാബ്ദീം എന്ന് വെച്ചാൽ ഈ സംസാര സാഗരത്തെ ഉൽബണം, ഭയാനകമായിട്ടുള്ള ഒരു വ്യസനം, അത്യധികം ഭയം, അപകടകരവും ഭയാനകവുമായിട്ടുള്ള ഈ ജീവിതം ഉണ്ടല്ലോ, ഈ ഭൗതിക ജീവിതം, ഈ സംസാര സാഗരത്തെ അഞ്ജസ, വളരെ എളുപ്പത്തിൽ, നേഷ്യ, എനിക്ക് തരണം ചെയ്യാൻ കഴിയും. കാരണം ഭവത് ഗുണകഥാമൃത പാനമത്ത, ഇങ്ങനെയുള്ള ഭക്തന്മാർ പറഞ്ഞു തരുന്ന ഭഗവാന്റെ ഗുണകഥകളാകുന്ന ആ അമൃതത്തെ പാനം ചെയ്തിട്ട് അതിൻ്റെ ഉന്മത്ത, അതിൻ്റെ ലഹരിയിൽ, നിത്യവും ഇത് കേൾക്കുന്നതിൻ്റെ ലഹരിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭൗതിക ജീവിതമാകുന്ന അതിൻ്റെ പ്രശ്നങ്ങളെ, അതിൻ്റെ ചിന്തകളെ കുറിച്ചുള്ള ചിന്തകൾ അധികം മനസ്സിനെ അലട്ടില്ല എന്ന്. ശരിയാണോ? എന്ത് തോന്നുന്നു? ഭൗതിക വിഷയങ്ങൾ മനസ്സിനെ അധികം അലട്ടുന്നില്ല. സദാ ഇങ്ങനെയുള്ള ഭഗവത് ഗുണകഥകൾ ഇങ്ങനെ നിത്യവും ശ്രവിച്ചുകൊണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭൗതിക വിഷയങ്ങൾ, ആ മാലിന്യങ്ങൾ മനസ്സിനെ ഇങ്ങനെ അലട്ടി, അങ്ങനെ ഒന്നും ഇല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. നാളത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്നലെ ഓരോരുത്തർ പറഞ്ഞത്, ഇന്ന് നടക്കുന്നതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അടുത്തത് എന്ത്, ഇതുമാത്രമേ നമുക്ക് ചിന്തിക്കാനുള്ളൂ. ഇപ്പോൾ അതൊക്കെ അടങ്ങിയിട്ട് ഭഗവാനെ കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സിൽ കൂടുതൽ വരുന്നതെങ്കിൽ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ ഗുണകഥകളാകുന്ന അമൃതത്തെ പാനം ചെയ്ത് ലഹരി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഭൗതിക വിഷയങ്ങളെ കുറിച്ചുള്ള ഈ അപകടകരവും ഭയാനകവുമായ സംസാര സാഗരത്തെ എനിക്ക് എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് ഭഗവാനെ ഇങ്ങനെയുള്ള നിഷ്കളങ്ക ഭക്തരോട് കൂടിയിട്ടുള്ള ഒരു സഹവാസം അത് സദാ തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. ശ്ലോകം 12. തേ ന സ്മരന്തി അതിതരം പ്രിയം ഈശ മർത്യം യേ ച അന്വതഃ സുത സുഹൃത് ഗ്രഹ വിത്തദാരഃ യേ തു അബ്ജനാഭ ഭവദീയ പദാരവിന്ദ ലുബ്ധഹൃദയേഷു കൃതപ്രസംഗ. ഇത്തേന സ്മരന്തി അതിതരാം പ്രിയം ഈശ മർത്യം യേ ച അന്വതഃ സുത സുഹൃത് ഗൃഹ വിത്തദാരഃ യേ തു അബ്ജനാഭ ഭവദീയ പദാരവിന്ദ സൗഗന്ധ്യ ലുബ്ധഹൃദയേഷു കൃത പ്രസംഗാഃ. അബ്ജനാഭ, അല്ലയോ പങ്കജനാഭനായ ഭഗവാനെ, തേ, അവർക്ക് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഇങ്ങനെയുള്ള നിഷ്കളങ്ക ഭക്തരോടൊപ്പം സഹവാസത്തിൽ ഏർപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർ ന സ്മരന്തി, ഒരിക്കലും ചിന്തിക്കില്ല എന്ന്. എന്തിനെക്കുറിച്ച്? അതിതരാം പ്രിയം, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈശ, അല്ലയോ ഈശ എന്ന് വിളിക്കുന്ന ഇവിടെ ഭഗവാനെ, അല്ലയോ പങ്കജനാഭനായ ഭഗവാനെ, ഈശ്വര, ഈ ഇങ്ങനെയുള്ള ഭക്തന്മാരുമായിട്ട് കൂട്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അവരോട് സഹവാസം വെച്ചു പുലർത്തുന്ന സാധാരണക്കാരായ ആളുകൾ പിന്നെ ഒരിക്കലും ചിന്തിക്കില്ല. അവർക്ക് അതിതരം പ്രിയം, ഏറ്റവും പ്രിയപ്പെട്ട മർത്യം എന്ന് വെച്ചാൽ അവരുടെ ശരീരം. എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? സ്വന്തം ശരീരം.
ഞാൻ എന്നുള്ള ഇത് ഞാനാണ് എന്നുള്ള എൻ്റെ ശരീരം, പിന്നെ അതുപോലെ ഏച്ച അന്വതഹ അതുപോലെ തന്നെ മറ്റുള്ളവ എന്ന് വെച്ചാൽ സുധ പുത്രൻ. അപ്പോൾ ആദ്യം ശരീരമാണ് ഏറ്റവും, അത് കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങളാണ് നമുക്ക് പ്രിയം, അത് കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ, അത് കഴിഞ്ഞാൽ ഗൃഹം, വീട്, വിത്ത, എൻ്റെ ധനം, ധാര, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, ഈ ബന്ധങ്ങളൊക്കെയാണല്ലോ, ഇതൊക്കെയാണല്ലോ ഏറ്റവും പ്രിയപ്പെട്ടത്. ഇതിനെക്കുറിച്ചൊന്നും പിന്നെ ആ മനുഷ്യൻ അവൻ നസ്മരന്തി ചിന്തിക്കില്ല. കാരണം സദാ ആ ഭക്തനിൽ നിന്നുമുള്ള ഈ ഭഗവത് കഥാശ്രവണം കൊണ്ട് ലഹരി പിടിച്ച മനസ്സാണ്. ഇപ്പം എൻ്റെ ശരീരം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ഭാവി സുരക്ഷിതാക്കണം, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ സുഹൃത്ത്, എൻ്റെ ധനം, ഈ വക യാതൊരു ചിന്തയും പിന്നെ മനസ്സിലില്ല. എന്ന് വെച്ചാൽ ആരാണോ അവർ, ഭവതീയ പാതാരവിന്ദ സൗഗന്ധ്യം, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലെ സുഗന്ധമാകുന്ന ഈ കഥകളുണ്ടല്ലോ, ഭഗവാന്റെ ഗുണകഥകളെ ലുബ്ധ ഹൃദയേഷു, എത്രയും കേട്ടിട്ടും മതിയാവാത്ത ഹൃദയമുള്ള ആ നിഷ്കളങ്ക ഭക്തരെ കൃതപ്രസംഗ, അവരുമായിട്ട് സഹവാസം ചെയ്യുന്നത് ആരാണോ തേ, എന്നിട്ടാണ് ആ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിലെ തേ, അവർക്ക് പിന്നെ അവരുടെ ശരീരം, പുത്രൻ, ഭാര്യ, ധനം, വീട്, ഭർത്താവ്, ഇതിനെക്കുറിച്ചൊന്നും പിന്നെ ഒരു ചിന്തയും ഉണ്ടാവില്ല. അവരുടെ മനസ്സിൽ ഇതിനെക്കുറിച്ചുള്ള വേവലാതികൾ, ഇതിനെക്കുറിച്ചുള്ള ആകുലതകൾ ഒരിക്കലും, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഒരു സാധാരണക്കാരൻ അതാണല്ലോ, അതുണ്ടാവില്ല. കാരണം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞിരിക്കുന്ന ഭക്തന്മാർ പറയുന്ന ആ ഭഗവത് കഥകളാകുന്ന ആ പാനം, അതിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് അതിന് ആ കഥകളുടെ ശ്രവണത്തെയാണ്. ആ ശ്രവണം കേട്ടിട്ട് ലുബ്ധ ഹൃദയേഷു, അത് എത്ര കേട്ടാലും മതി വരാത്ത നിഷ്കളങ്ക ഭക്തന്മാരുമായിട്ടുള്ള കൃതപ്രസംഗ എന്ന് വെച്ചാൽ സഹവാസം ചെയ്യുന്ന സാധാരണക്കാരൻ ആരാണോ അവർക്ക് പിന്നെ ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ അവന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയങ്ങളൊന്നും ന സ്മരന്തി, പിന്നെ അവൻ്റെ ചിന്തയിൽ വരില്ല. സദാ ഭഗവത് ചിന്തകൾ മാത്രമായിരിക്കും അവന് ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഈ സത്സംഗങ്ങൾ കൊണ്ട്, ഭഗവത് കഥാശ്രവണം കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടം എന്താ? മനസ്സ് ഭഗവാനിലേക്ക് പോയി അടങ്ങിയിരിക്കുക. മറ്റു ചിന്തകൾ ഉണ്ടായിരുന്ന നമ്മുടെയൊക്കെ മനസ്സ് ഭഗവാനിൽ പോയിട്ട് ഇങ്ങനെ അടങ്ങിയിരിക്കുക. ഭഗവത് കഥകളെ ഇങ്ങനെ കേൾക്കാനും, ഇങ്ങനെ ആ തത്വങ്ങളെ കേൾക്കാനും ആ കഥകളെ കേൾക്കാനും അതിൽ ലഹരി പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മറ്റു വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ അവൻ്റെ മനസ്സടങ്ങുമ്പോൾ അവന് മനസ്സിൽ ഭക്തി, ആ ഭഗവാനോടുള്ള ഭക്തിയും വരും. പിന്നീട് ആ മനസ്സ് ബാലൻസ്ഡ് ആകുന്നതോടുകൂടി അവനെ അത് മുക്തിക്ക് യോഗ്യനാക്കി തീർക്കുകയും ചെയ്യും. മനസ്സിലായ? മുക്തിക്കുള്ള ഏറ്റവും വലിയ യോഗ്യത മനസ്സടങ്ങുക, ബാലൻസ്ഡ് ആവുക ഏത് സാഹചര്യത്തിലും എന്നുള്ളതാണ്. അതവിടെ സംഭവിക്കുകയും ചെയ്യും. അതാണ് ഭഗവത് സത്സംഗങ്ങളുടെ ഗുണം. ഭഗവത് കഥാശ്രവണത്തിൻ്റെ സത്സംഗങ്ങളുടെ ഗുണം എന്ന് പറയുന്നത് ഭക്തിയും വർദ്ധിക്കും, മുക്തിക്കുള്ള യോഗ്യത നേടാനും സാധിക്കും എന്നതാണ്. ശ്ലോകം 13. തിര്യങ് നഖ ദ്വിജ സരീസൃഭ, തിര്യങ് നഖ ദ്വിജ സരീസൃഭ ദേവ ദൈത്യ മർത്യ ആദിഭിഃ പരിചിതം സദസത് വിശേഷം രൂപം സ്തവിഷ്ടം അജ തേ മഹത് ആദി അനേകം ന അധഃ പരം പരമവേദ്മി ന യത്ര വാദഃ. വളരെ വലിയൊരു വാസ്തവം ഇവിടെ ധ്രുവൻ പറയാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ പറയണേന്ന് വെച്ചാൽ ഭഗവാന്റെ ആ തലോടൽ കൊണ്ട് ധ്രുവൻ്റെ ഉള്ളിലെ അറിവ് പ്രകാശിച്ചു. ഭഗവാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ജ്ഞാനം പ്രകാശിക്കുകയുള്ളൂ. അപ്പം അത് പ്രകാശിച്ചപ്പോൾ ധ്രുവൻ പറയുന്ന വാക്കുകൾ കണ്ടോ? തിര്യങ് മൃഗങ്ങൾ, നഖ വൃക്ഷങ്ങൾ, ദ്വിജ പക്ഷികൾ, സരീസൃഭഃ എന്ന് വെച്ചാൽ ഇഴജന്തുക്കൾ, സർപ്പങ്ങൾ, നാഗങ്ങൾ, ദേവഃ ദേവന്മാർ, ദൈത്യഃ രാക്ഷസന്മാർ, മർത്യഃ മനുഷ്യർ മുതലായ, ആദിഭിഹി എന്ന് വെച്ചാൽ തുടങ്ങിയ, മുതലായ, പരിചിതം എന്ന് വെച്ചാൽ തുടങ്ങിയ രീതിയിൽ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ വ്യാപിക്കപ്പെട്ട് സത് അസത് വിശേഷം. സത് അസത്ത്, സത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മം, അസത് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള രൂപത്തിൽ സ്തവിഷ്ടം, അങ്ങനെ കാണുന്ന ഈ പ്രപഞ്ചമുണ്ടല്ലോ, സ്തവിഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം, ഈ രൂപത്തിൽ തേ മഹത് ആദി അനേകം, മഹത്ത് ഇത് മാത്രമല്ല മഹത്ത് ആദി, മഹത് മുതലായ അനേകം സൂക്ഷ്മമായ ഘടകങ്ങളും ഇവയെല്ലാം ചേർന്ന രൂപത്തിലുള്ള തേ അങ്ങയെ മാത്രമേ വേദ്മി എന്ന് വെച്ചാൽ
എനിക്ക് അറിയുള്ളൂ എന്ന്, അതേ ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അധ പരം പരമ, അതിൻ്റെ മുകളിൽ അധ പരം പരമ, അതിലേക്ക് മുകളിലുള്ള യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ ആ പരമതത്വം ഉണ്ടല്ലോ, ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ, അതിനെക്കുറിച്ച് വാദ എന്ന് വെച്ചാൽ പല പല വാദങ്ങളുണ്ട്. അത് എത്ര ആർക്കും അറിയാൻ സാധിക്കില്ല എന്ന് ഒരു വാസ്തവമാണ്. അതായത് പക്ഷിമൃഗാദികളുടെ രൂപത്തിൽ, വൃക്ഷങ്ങളുടെ രൂപത്തിൽ, ഇഴജന്തുക്കൾ, ദേവന്മാര്, രാക്ഷസന്മാര്, മനുഷ്യര് മുതലായ രൂപത്തിലും ഈ സൃഷ്ടിക്കൊക്കെ കാരണമാകുന്ന മഹത്തത്വം, അഹങ്കാരതത്വം ആദി മുതലായ സൂക്ഷ്മരൂപത്തിലും, സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപത്തിൽ ഈ കാണുന്ന പ്രപഞ്ചമായിട്ടാണ് ഭഗവാനെ എനിക്ക് അങ്ങയെ അറിയുള്ളൂ. അതിലും പരമമായി നിൽക്കുന്ന ഇതിനെ ഒക്കെ കാരണമായ, അതായത് ഈ ആദ്യത്തെ മഹത്തത്വം തന്നെ ഉണ്ടാവാനുള്ള കാരണം എന്താ? മായ ഉണർന്നത്. അപ്പൊ മായയെ ഉണർത്തിയ മായയുടെ ഈശ്വരനായിരിക്കുന്ന ഭഗവാനില്ലേ, അതാണ്. അതിലും പരമമായിരിക്കുന്ന ഭഗവാനെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല വാദങ്ങളും. പക്ഷേ അതിനെക്കുറിച്ച് എന്നെ പോലെയുള്ളവർക്ക് അറിയില്ലല്ലോ ഭഗവാനെ. ഞങ്ങൾക്കറിയാവുന്നത് മഹത്തത്വം മുതലുള്ള അഹങ്കാരതത്വം, അത് മൂന്നായി പിരിഞ്ഞത്, പഞ്ചഭൂതങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, ഇതെല്ലാം കൂടി ചേർന്നതും വിരാട് സ്വരൂപനായതും 14 ലോകങ്ങളും സർവചരാചരങ്ങളും സ്ഥൂലവും സൂക്ഷ്മവുമായ സകല ഘടകങ്ങളും. ഈ രൂപത്തിൽ ഇതിലെല്ലാം ഭഗവാനെ കണ്ട് ആരാധിക്കുക എന്ന അദ്വൈതമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധ്രുവൻ പറയാണ്, അതിൻ്റെ അപ്പുറത്ത് അതിലും പരമമായി നിൽക്കുന്ന അങ്ങയെക്കുറിച്ച് പല വാദങ്ങളും ഉണ്ട്. പക്ഷേ അത് എനിക്കറിയില്ലോ ഭഗവാനെ. ഞാൻ ആരാധിക്കുന്നത് മഹത്തത്വം മുതൽ എനിക്കറിയാവുന്ന ഇങ്ങനെ സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപത്തിലുള്ള അങ്ങയെ ആണ് എനിക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ശ്ലോകം 14. കൽപ്പാന്ത ഏതത് അഖിലം ജഠരേണ ഗൃഹ്ണൻ ശേദേ പുമാൻ സ്വദൃക് അനന്തസക തത് അംഗേ യത് നാഭി സിന്ധുരുഹ കാഞ്ചന ലോകപത്മ ഗർഭേദ്യുമാൻ ഭഗവതേ പ്രണതഃ അസ്മി തസ്മേ. അങ്ങനെയുള്ള, അപ്പം തൊട്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, അതിലും പരമമായി നിൽക്കുന്നൊരു ശക്തി ഉണ്ട് എന്ന്. ഈ മഹത്തത്വം മുതലായവയെ മനസ്സിലാക്കുന്നു. അത് മഹത്തത്വം എന്നിവയൊക്കെ പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ടുണ്ടായതും പിന്നെ ബ്രഹ്മാവ് കഴിഞ്ഞിട്ടുള്ളത് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും. ഇത് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ സൂക്ഷ്മവും പിന്നെയുള്ളതൊക്കെ സ്ഥൂലവും, ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ അതിലും പരമമായി നിൽക്കുന്ന ഇതിനൊക്കെ കാരണഭൂതമായ ആ ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയെ എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അതിലിപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് കൽപ്പാന്തേ, ഒരു കൽപ്പത്തിന്റെ അവസാനത്ത്, ഏതത് അഖിലം, ഈ മുഴുവൻ ലോകവും, ജഡരേണ ഗൃഹണൻ, സ്വന്തം ഉദരത്തിലേക്ക് സ്വീകരിച്ചിട്ട് പിൻവലിച്ചിട്ട്, അനന്തഹ സഖാവായിട്ടുള്ള അനന്തന്റെ അതിശേഷന്റെ തത് അങ്കേ മടിയിൽ, ശേദേ പുമാൻ, സ്വയം ഇങ്ങനെ ശയിക്കുക. ഏതൊരു ഭഗവാനാണോ ഇങ്ങനെ ശയിക്കുന്നത്, സ്വദൃഗ്, അങ്ങനെ ശയിച്ചുകൊണ്ട് ഭഗവാൻ സ്വയം വീക്ഷിക്കുകയാണെന്ന്. അങ്ങനെയുള്ള ശയിച്ചുകൊണ്ട് സ്വദൃഗ് എന്ന് വെച്ചാൽ ഭഗവാൻ സ്വയം വീക്ഷിച്ചപ്പോൾ, യത് നാഭി, ആ ഭഗവാന്റെ നാഭി സിന്ധു, നാഭിയാകുന്ന സമുദ്രം, ആ സമുദ്രത്തിൽ രുഹ കാഞ്ചന ലോകപത്മം, സ്വർണ്ണ നിറത്തിലുള്ള ഈ പ്രപഞ്ചമാകുന്ന പത്മം. നമുക്കറിയാം ഭഗവാന്റെ ഉദരത്തിൽ 1000 ചതുർയുഗമാകുന്ന ബ്രഹ്മാവിൻ്റെ രാത്രിയിൽ ഈ പ്രപഞ്ചം മുഴുവൻ ആ ഉദരത്തിൽ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു കിടക്കുക. പിന്നീട് ആ പ്രകൃതി ശക്തി ഭഗവാനെ ഉണർത്തിയപ്പോൾ, ഭഗവാൻ ഒന്ന് ഉദരത്തിലേക്ക് നോക്കിയപ്പോൾ, ഭഗവാന്റെ നോട്ടം കിട്ടിയപ്പോൾ ഈ സൂക്ഷ്മ ഘടകങ്ങളെല്ലാം ഉണർന്ന് ഒരു താമരമുട്ടായി മാറിയെന്ന്. അപ്പൊ പ്രപഞ്ചമാകുന്ന സ്വർണ്ണ താമര എന്ന് പറയുന്നത് അതാണ്. കാഞ്ചന ലോക പത്മം, ഈ പ്രപഞ്ചമാകുന്ന സ്വർണ്ണ താമര ഭഗവാന്റെ നാഭി സമുദ്രത്തിൽ കിടക്കുന്ന ആ സ്വർണ്ണ താമരയിൽ ഗർഭേദ്യുമാൻ, ആ ബ്രഹ്മാവ്, സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവ് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ആ ബ്രഹ്മാവാണ് സൃഷ്ടികർമ്മം നടത്തിയത്. ഇതിനൊക്കെ കാരണമായ തസ്മൈ ഭഗവതേ, അങ്ങനെയുള്ള ഭഗവാനെ പ്രണതഃ അസ്മി, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ എനിക്കറിയാവുന്ന മഹത്തത്വം മുതലായിട്ടുള്ള സ്ഥൂലവും സൂക്ഷ്മവുമായ രൂപത്തിൽ ഭഗവാനെ എനിക്കറിയുള്ളൂ. അതിലും പരമമായ ശക്തിയെ എനിക്കറിയില്ല. ഈ കൽപ്പത്തിൻ്റെയൊക്കെ അവസാനത്തിൽ ഈ മുഴുവൻ പ്രപഞ്ചത്തെയും സ്വന്തം ഉദരത്തിലേക്ക് പിൻവലിച്ച് ആദിശേഷന്റെ മടിയിൽ ശയിക്കുന്ന ആ ഭഗവാൻ, പിന്നീട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ഭഗവാൻ ഒന്ന് വീക്ഷിച്ചപ്പോൾ ഉദരത്തിൽ തന്നെ, ഉദരമാകുന്ന സമുദ്രത്തിൽ ഈ സൂക്ഷ്മ രൂപത്തിൽ കിടക്കുന്ന സ്വർണ്ണ നിറമുള്ള ലോകത്താമര, ഈ പ്രപഞ്ചമാകുന്ന
പൂക്കുന്ന താമരയിൽ ആദ്യം ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ആ ബ്രഹ്മാവിലൂടെ ഭഗവാനെ അങ്ങാണല്ലോ ഈ സൃഷ്ടികർമ്മം നടത്തിയത്. അങ്ങനെയുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെയെല്ലാം ഇതിനൊക്കെ കാരണഭൂതനായ ഭഗവാനെ അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് വരെ കാരണഭൂതമായ ആ പരമമായ ശക്തിയെയാണ് ഇവിടെ ധ്രുവൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അത് നമ്മളിത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം. ബ്രഹ്മാവിനെ വരെ സൃഷ്ടിച്ച് അത് അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തിയ ആ ഏറ്റവും ഉയർന്ന ആ പരമപദം, ആ പരമാത്മാവിനെയാണ് ഇവിടെ ധ്രുവൻ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 15. ത്വം നിത്യമുക്ത പരിശുദ്ധ വിഭുത്ത ആത്മാ കൂടസ്ഥ ആദിപുരുഷഃ ഭഗവാൻ ത്രൈദീശഃ യദ് ബുദ്ധ്യാ അവസ്ഥിതം അഖണ്ഡിതയാ സ്വദൃഷ്ട്യാ ദൃഷ്ടാസ്ഥിതൗ അതിമഖഃ വിധിരിക്ത ആസേ. ഇവിടെ പരമാത്മാവിനെ ഇപ്പം തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ ഇതിനൊക്കെ കാരണമായ ആ പരമമായ ശക്തിയെയാണല്ലോ ഇവിടെ ധ്രുവൻ ഇങ്ങനെ സ്തുതിക്കുന്നത്. എന്നിട്ട് ആ പരമമായ ശക്തിയെ വർണ്ണിക്കുകയാണ് ആ പരമാത്മാവിനെ. ത്വം ഭഗവാനെ അങ്ങ് നിത്യമുക്തഃ എല്ലാത്തിൽ നിന്നും മുക്തനായി വേറിട്ട് നിൽക്കുന്നവനാണ്. പരിശുദ്ധഃ പൂർണ്ണ പരിശുദ്ധനാണ്. വിബുദ്ധഃ പരിപൂർണ ജ്ഞാനമാണ് അങ്ങ്. ആത്മാ അങ്ങ് പരമാത്മാവാണ്. കൂടസ്ഥഃ ഒരിക്കലും മാറ്റമില്ലാത്ത ശാശ്വതമാണ് അങ്ങ്. ആദിപുരുഷഃ ഏറ്റവും ആദ്യ പുരുഷനാണ് അങ്ങ്. ഭഗവാനാണ്, ഭഗമുള്ളവനാണ് അങ്ങ്. ത്രൈദീശ ത്രിഗുണങ്ങളുടെ ഈശ്വരൻ, യജമാനൻ, ത്രിഗുണങ്ങളെ വരെ ഉണർത്തിയ ഈശ്വരനാണ് അങ്ങ്. യത് അങ്ങ് തന്നെയാണ് ബുദ്ധ്യാ അവസ്ഥിതം ബുദ്ധിയുടെ അവസ്ഥകളുണ്ടല്ലോ, അതേതാ? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെയുള്ള ബുദ്ധിയുടെ ഈ അവസ്ഥകളെ അഖണ്ഡിതയാന്ന് വെച്ചാൽ മുറിയാതെ സദാ ഇങ്ങനെ സ്വദൃഷ്ട്യ തൻ്റെ വീക്ഷണത്തിലൂടെ ദൃഷ്ട കാണുകയാണെന്ന്. അതായത് ആരാ? നമ്മുടെയൊക്കെ സർവചരാചരങ്ങളുടെയും ഉള്ളിൽ സാക്ഷീഭാവത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ബുദ്ധിയുടെ 3 അവസ്ഥകൾ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത് എന്നാൽ ഉണർന്നിരുന്ന് നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഭഗവാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുന്നതും മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതും ബുദ്ധി കൊണ്ട് തീരുമാനിക്കുന്നതിനെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സാക്ഷിയായിട്ട്. അതാണ് ജാഗ്രത്. ഇനി സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നതിനെയും സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുക. ഉറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ ഭഗവാൻ ഒരു സാക്ഷിയായി നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് നമ്മുടെ മനസ്സിങ്ങനെ ഉണർന്ന സ്വപ്നത്തിലേക്ക് പോകുന്നതും അതും കണ്ടുകൊണ്ടിരിക്കുക. ഇനി സുഷുപ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാഢനിദ്രയിലേക്ക് പോകുമ്പോൾ അതിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനെയും സാക്ഷിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഞാനുണ്ട് നമ്മുടെ ഉള്ളിൽ. അതായത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എന്താ പറയുക? ഞാൻ പറയുമ്പോൾ ഇതെൻ്റെ ശരീരം എന്നാണ് പറയുക അല്ലേ? എൻ്റെ കൈ, ഞാൻ ഈ കയ്യാന്ന് പറയില്ല. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ സംസാരിക്കുക? ഇതാണ് ഞാൻ ഈ കൈ എന്ന് പറയില്ല. ഇതെൻ്റെ കയ്യാ, ഇതെൻ്റെ ശരീരാ, ഇതെൻ്റെ മുടിയാ, ഇതെൻ്റെ കണ്ണാ, എൻ്റെ കാലാ, ഇങ്ങനെ പറയുള്ളൂ. അതെന്താ അങ്ങനെ പറയുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കുന്നത് എന്താ? ഈ രൂപമാണ് ഞാൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ കാണുന്നതാണ്, ഈ ശരീരമാണ് ഞാൻ എന്ന് നമ്മൾ വിചാരിക്കണം. അതിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താ പറയണേന്നാ അറിയാതെ ഓർമ്മ വെച്ച കാലം തൊട്ടേ നമ്മൾ പറയുന്നത് എന്താ? ഇതെൻ്റെ ശരീരമാണെന്ന്. അപ്പം ഇതെൻ്റെ ശരീരമാണെന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന് ഉടമയായ ആരോ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. ഇതെൻ്റെ കയ്യാന്നാണ് പറയണേ. അപ്പോൾ ഈ കൈയുടെ ഉടമസ്ഥൻ ഒരാളുണ്ട്. പക്ഷെ നമ്മൾ സ്വയം ചിന്തിക്കുന്നത് എന്താ? ചിന്തിക്കുന്നതും പറയുന്നതും രണ്ടാ. നമ്മൾ അതൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും രണ്ടാ. നമ്മൾ പറയുമ്പോൾ ഇതാണ് ഞാൻ എന്ന് പറയും. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ കയ്യാണ്, ഇതെൻ്റെ കാലാണ്, ഇതെൻ്റെ മുടിയാണ്, ഇതെൻ്റെയാണ്, ഈ വീട് എൻ്റെയാണ്, ഇതെൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ അച്ഛനാണ്, അമ്മയാണെന്ന് പറയുന്ന പോലെ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇത് എൻ്റെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ഞാനാണെന്നല്ല നമ്മൾ പറയുക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതിനൊക്കെ ഉടമസ്ഥനായിട്ട് ഒരാൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ നമ്മൾ എൻ്റെയാണെന്ന് പറയുന്നത്.
അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഈ കയ്യിനും കാലിനും ശരീരത്തിൻ്റെ ഉടമസ്ഥനായിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന ഒരാൾ, ഒരു ഉടമസ്ഥൻ ഇതിൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അതാണ് ആ ആളാണ് സാക്ഷിയായി ഈ ശരീരത്തിൻ്റെ പ്രവൃത്തിയെ ജാഗ്രതാവസ്ഥയിലും, ഇനി ഉറക്കത്തിൽ ഇതിൻ്റെ സുഷുപ്തിയിൽ ഇതിൻ്റെ അവസ്ഥയെ, ഇനി സ്വപ്നത്തിൽ ഇതിൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ എല്ലാത്തിനെയും സാക്ഷിയായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭഗവാൻ ആ ഭഗവാനെ സ്ഥിതൗ എന്ന് വെച്ചാൽ പരിപാലിക്കുക, അധിമകഃ ഒരു യജ്ഞസ്വരൂപനായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവനായിട്ട് ആസേ സ്ഥിതി ചെയ്യുന്നവനുമായ അങ്ങ് വ്യതിരിക്തഃ പരമാത്മാവായ അങ്ങ് മറ്റെല്ലാത്തിൽ നിന്നും വ്യതിരിക്തനാണ് എന്ന് വെച്ചാൽ വ്യത്യസ്തനാണ്. അപ്പം അങ്ങയുടെ പരമാത്മാവായിരിക്കുന്ന, അപ്പോൾ തൊട്ട് മുന്നേത്തെയും അതിൻ്റെ മുന്നത്തെയും ശ്ലോകത്തിൽ ധ്രുവൻ എന്താ പറഞ്ഞപ്പോൾ ധ്രുവന് ശരിയായ ജ്ഞാനം കിട്ടിയിരിക്കുന്നു. അതാണ് ആ സ്തുതിയിൽ പറയുന്നത്. എല്ലാത്തിൻ്റെയും എനിക്കറിയാൻ കഴിയുന്നത് ആ മഹത്വത്വം മുതൽ മായയുടെ കലർപ്പോടു കൂടിയ അങ്ങയെയാണ്. അതിൻ്റെ പരമമായ ശക്തിയെ എനിക്കറിയില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഈ പ്രപഞ്ചം ഒക്കെ സൃഷ്ടിച്ചതും ഇതിനെ പരിപാലിച്ചതും ബ്രഹ്മാവിനെ സൃഷ്ടിച്ചതും അവസാനം പരിപാലിച്ചും ഒരു കൽപ്പം കഴിഞ്ഞപ്പോൾ സ്വന്തം ഉദരത്തിലേക്ക് എടുത്തതും പിന്നെ വീണ്ടും സൃഷ്ടിച്ചതും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചതും ആ പരമമായ ശക്തിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ആ പരമമായ ശക്തിയെ, ഈ മായയുടെ കലർപ്പില്ലാത്ത പരമമായ ശക്തിയെ വർണ്ണിക്കുകയാണ്. അങ്ങ് നിത്യമുക്തനാണ്, ഇതിലൊന്നിലും കലർപ്പില്ല, മഹത്തത്വം പോലും അങ്ങയെ ബാധിക്കുന്നില്ല, പരിശുദ്ധനാണ്, പൂർണ്ണജ്ഞാനമാണ്, വിഭുദ്ധമാണ്, പരമാത്മാവാണ്, കൂടസ്ഥനാണ്, മാറ്റമില്ലാത്തവനാണ്, ആദിപുരുഷനാണ്, ഭഗവാനാണ്, ത്രിഗുണങ്ങളുടെയും നിയന്ത്രിക്കുന്ന ഉണർത്തുന്നവനാണ്. ഒരുവൻ്റെ ഉള്ളിലെ ബുദ്ധിയുടെ 3 അവസ്ഥകളാകുന്ന ജാഗ്രത്, സ്വപ്നം, സുഷുപ്തിയെ സാക്ഷീഭാവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശരീരമനോബുദ്ധിയുടെ ഉടമസ്ഥനായിരിക്കുന്ന അങ്ങ് ഒരു പരിപാലകന്റെ രൂപത്തിൽ മഹാവിഷ്ണുവായും സ്ഥിതി ചെയ്യുന്നു. ആ അങ്ങ് പൂർണ്ണമായും വ്യത്യസ്തനാണ് മറ്റെല്ലാത്തിൽ നിന്നും. ജീവാത്മാവിൽ നിന്ന് പോലും അങ്ങ് വ്യത്യസ്തനാണ്. ജീവാത്മാവിൻ്റെ പ്രശ്നം എന്താ? മനസ്സ് ചിന്തിക്കുന്നതും ശരീരം പ്രവർത്തിക്കുന്നതും ബുദ്ധി തീരുമാനിക്കുന്നതും ഒക്കെ ഈ ഉള്ളിലിരിക്കുന്ന ആള് ഞാനാണ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു പോയി. നമ്മൾ ഓർമ്മയില്ലേ, നമ്മൾ കപില മഹർഷി ദേവഹൂതിക്ക് പറഞ്ഞു കൊടുത്തത്? ഞാനാണ് ഈ ചിന്തിക്കുന്നത്, ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളാണ്. ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവാത്മാവ് ഇരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് ജീവാത്മാവ് ഇതിൽ പെട്ടുപോയത്. ഇത് ഞാനല്ല ചെയ്യുന്നത്, പ്രകൃതിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ജീവാത്മാവ് അതിൽ നിന്നും സ്വതന്ത്രനായി. പക്ഷെ ജീവാത്മാവ് അത് മനസ്സിലാക്കുന്നില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്താ ചിന്തിക്കുന്നത്? ഞാനാണ് ചിന്തിക്കുന്നത്, ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന ഈഗോ, അതാണ് നമുക്ക് ആ ജീവാത്മാവിന് ഒരു തടസ്സം വരുന്നത്. സ്വതന്ത്രമാവാൻ തടസ്സം വരുന്നത്, ഒരു ശരീരം വിട്ട് അടുത്ത ശരീരത്തെ സ്വീകരിക്കേണ്ട ബന്ധനം വരുന്നത് അതുകൊണ്ടാണ്. അതാണ് ജീവാത്മാവിൻ്റെ പ്രത്യേകത. പക്ഷെ ഈ ജീവാത്മാവ് പോലും അങ്ങനെ ആയി തീർന്നത് പരമാത്മാവിൽ നിന്നാണല്ലോ. രണ്ടും ഒന്ന് തന്നെ. ഒരു ആകാശം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കുടം വെച്ച് കഴിഞ്ഞാൽ കുടത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് ജീവാത്മാവും പുറമേ കാണുന്നത് പരമാത്മാവും. കുടം പൊട്ടണം. കുടം എന്ന് പറയുന്നത് ഈഗോ ആണ്. അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴാണ് ജീവാത്മാവാണ്. പൊട്ടിക്കഴിഞ്ഞാൽ അത് പൂർണ്ണ സ്വതന്ത്രമായി. അപ്പം ജീവാത്മാവിൽ നിന്ന് പോലും അങ്ങ് വ്യതിരിക്തനാണ്, വ്യത്യസ്തനാണ്. കാരണം അങ്ങ് പൂർണ്ണ സ്വതന്ത്രമാണ്, പൂർണ്ണജ്ഞാനമാണ്. മനസ്സിലായോ? മാറ്റമില്ലാത്തവനാണ്. പക്ഷെ ജീവാത്മാവിന് പ്രത്യേകത എന്താ? പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ല. ഒരു ശരീരം വിട്ട് അടുത്ത കുടം, പിന്നത്തെ കുടം, ഇതിങ്ങനെ മാറി. കാരണം ഇതൊക്കെ ഞാനാ പ്രവർത്തിക്കുന്നത് എന്നുള്ള ധാരണയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ആ വ്യത്യാസം വരുന്നത്. പക്ഷെ പരമാത്മാവിനെ അത് ബാധിക്കുന്നില്ല. അങ്ങനെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ പരമമായ ശക്തിയാണ് ഈ മഹത്തത്വത്തിനും മുകളിലുള്ള പരമമായ ശക്തിയെ അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു. ആ ശക്തിയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ ഈ ലോകപരിപാലകനായ അധിമകഃ എന്ന് വെച്ചാൽ യജ്ഞസ്വരൂപനായ മഹാവിഷ്ണുവായി സ്ഥിതി ചെയ്യുന്നത്. അങ്ങയെ ഞാൻ ഇതാ നമസ്കരിക്കുന്നു എന്നാണ് ധ്രുവൻ പറഞ്ഞത്. ശ്ലോകം 16. യസ്മിൻ വിരുദ്ധഗതയഃ ഹി അനിശം പതന്തി വിദ്യാദയഃ വിവിധശക്തയ അനുപൂർവ്യാത് തത് ബ്രഹ്മ വിശ്വഭവം ഏകമനന്തമാദ്യം ആനന്ദമാത്രം അവികാരം അഹം പ്രപദ്യേ.
യസ്മിൻ ഏതൊരു ഭഗവാനാണോ വിരുദ്ധഗത വിപരീത സ്വഭാവം പ്രകടിപ്പിക്കുന്നത്, ഏതൊരു ഭഗവാനാണ്? അനിശം, അനിശം എന്ന് വെച്ചാൽ എപ്പോഴും വിരുദ്ധ സ്വഭാവം. പതന്തി എന്ന് വെച്ചാൽ പ്രകടിപ്പിക്കുക, ആവിഷ്കരിക്കുക. എന്താണ് ആ വിരുദ്ധ സ്വഭാവം? വിദ്യ ആദയ, വിദ്യ മുതലായവ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിദ്യയും അവിദ്യയും എന്ന് വെച്ചാൽ ജ്ഞാനവും അജ്ഞാനവും എന്ന വിപരീത സ്വഭാവത്തെ ഒരേ ഭഗവാൻ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരേ ഭഗവാൻ തന്നെയാണ് ജ്ഞാനത്തെയും അജ്ഞാനത്തെയും പ്രകടിപ്പിക്കുന്നത്. അജ്ഞാനം എന്ന് പറയുന്നത് മായ, പ്രകൃതിയുടെ ആ മായ ഇടയ്ക്ക് നിൽക്കുമ്പോഴാണ് അത് അജ്ഞാനമാകുന്നത്. മായയുടെ ഇപ്പുറത്ത് നിൽക്കുന്നത് ജ്ഞാനം. മായയുടെ മറ നീക്കിയാൽ അജ്ഞാനം പോയി. ജ്ഞാനത്തെ കാണാൻ പറ്റാത്തത് മായ കാരണമാണ്. അപ്പം ജ്ഞാനവും അജ്ഞാനം എന്ന രണ്ട് വിപരീത സ്വഭാവത്തെ ഒരേ ഭഗവാൻ തന്നെയാണ് എപ്പോഴും സദാ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയുള്ള തത് ബ്രഹ്മ, അങ്ങനെയുള്ള ആ പരമാത്മാവ്, ആ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ അങ്ങാണ് വിശ്വംഭവം, ഈ ഭൗതികമായ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കുള്ള കാരണവും ഏകസ്വരൂപനും അനന്തനും ഒരവസാനമില്ലാത്തവനും എല്ലാത്തിൻ്റെയും ആദ്യ മൂലകാരണം, ആദ്യ ബീജമായിരിക്കുന്നതും ആനന്ദമാത്രം പരമാനന്ദമാകുന്നതും അങ്ങാണ്. അവികാരം, ഒരു വികാരവും മാറ്റവുമില്ലാത്തത് അങ്ങാണ്. അങ്ങനെയുള്ള അങ്ങയെ അഹം പ്രപത്തിയെ, ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ ശരിയായ പരമാത്മതത്വം, ഈശ്വരൻ്റെ ശരിയായ തത്വം എന്താണെന്ന് വെറും 5 വയസ്സ് മാത്രമുള്ള ധ്രുവൻ മനസ്സിലാക്കി. ധ്രുവൻ്റെ സ്തുതിയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് കേട്ടോ. എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയല്ല, ഭഗവാനെ സഗുണ രൂപത്തിൻ്റെ ഉപരിയായിട്ട്, സഗുണ രൂപത്തിൽ സ്ഥൂലവും സൂക്ഷ്മവുമായ മഹത്തത്വത്തിൻ്റെയും അപ്പുറത്തുള്ള പരമമായ ശക്തിയുണ്ടല്ലോ, നിർഗുണം എന്ന ആ പരമാത്മാവിനെ, ആ ഭാവത്തെ ധ്രുവൻ മനസ്സിലാക്കി. ഭഗവാന്റെ ഒരു തലോടലേറ്റപ്പോഴേക്കും ആ ജ്ഞാനം ധ്രുവൻ്റെ ഉള്ളിൽ പ്രകാശിച്ചു. അപ്പോൾ ആ തലത്തെ നോക്കിയാണ് ധ്രുവൻ, ആ ഭഗവാനാണ് ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ. അപ്പോൾ മഹാവിഷ്ണുവിനെ വിഷ്ണു ഭഗവാനായിട്ടല്ല പരമാത്മാവായിട്ട് കണ്ട് ആ പരമാത്മാവിന് ഒരു രൂപം കൊടുത്ത് മഹാവിഷ്ണുവായിട്ടാണ് ധ്രുവൻ സ്തുതിക്കുന്നത്. രണ്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ? മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയല്ല ധ്രുവൻ ചെയ്യുന്നത്. ധ്രുവൻ സ്തുതിക്കുന്നത് മഹത്തത്വത്തിനും കാരണഭൂതനായ ആ പരമാത്മാവിനെ, ആ പരമശക്തിയെ ഒരു രൂപത്തിൽ സ്തുതിക്കണ്ടേ. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ ആ പരമശക്തിയെയാണ് ധ്രുവൻ സ്തുതിക്കുന്നത്. അതായത് ഈശ്വരൻ്റെ ശരിയായ തത്വത്തെ ധ്രുവൻ മനസ്സിലാക്കി എന്നർത്ഥം. അങ്ങനെ രണ്ട് വിദ്യയും അവിദ്യയും പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു ഭഗവാനെ അങ്ങ് വിവിധ ശക്തയാ, വിദ്യയും അവിദ്യയും മാത്രമല്ല വിവിധ ശക്തയാ, പല വിധത്തിലുള്ള ശക്തികളെ അനുപൂർവ്യാത്ത് തുടർച്ചയായിട്ട് ക്രമാനുഗതമായി അങ്ങിങ്ങനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. പതന്തി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും പല വിധത്തിലുള്ള ശക്തിയെയും ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും അങ്ങിങ്ങനെ സദാ സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ സൃഷ്ടിക്കും കാരണമാകുന്ന തത് ബ്രഹ്മം, ആ പരമാത്മാവായിരിക്കുന്ന വിശ്വത്തിൻ്റെ സൃഷ്ടിക്ക് കാരണഭൂതനായ ഏകമായ അനന്തമായ ആദ്യമായ പരമാനന്ദമാകുന്ന മാറ്റമില്ലാത്തവനായ അങ്ങയെ, ആ പരമാത്മാവിനെ വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ കണ്ട് ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് ധ്രുവൻ പറഞ്ഞത്. ശ്ലോകം 17. സത്യാശിഷാഹി ഭഗവൻ തവ പാദപത്മം ആശി തഥാ അനുഭജതഃ പുരുഷാർത്ഥമൂർത്തേ അഭി ഏവം ആര്യ ഭഗവാൻ പരിപാതി ദീനാൻ വാശ്ര ഇവ വത്സകം അനുഗ്രഹ കാദരഃ അസ്മാൻ. ഇവിടെ എന്താ പറയുന്നോ, ഇതിങ്ങനെ പരമാത്മ രൂപത്തിൽ ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് പറയാണ് സത്യം, യഥാർത്ഥത്തിലുള്ള ആശി എന്ന് വെച്ചാൽ അനുഗ്രഹം, ആശിഷ എന്ന് വെച്ചാൽ മറ്റുള്ള അനുഗ്രഹത്തെ താരതമ്യം ചെയ്യുമ്പോൾ. ഇപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഓരോരുത്തരും ഓരോ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നത് അല്ലേ. അപ്പോൾ മറ്റേതൊരു അനുഗ്രഹത്തിനേക്കാളും വലിയ സത്യ ആശി, യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് ഭഗവാൻ തവ പാദപത്മം, ഭഗവാന്റെ തൃപ്പാദങ്ങളെ ആരാണോ അനുഭജത, ഭക്തിയോടെ ഭജിക്കുന്ന ഭക്തൻ, പുരുഷാർത്ഥമൂർത്തി, സകല പുരുഷാർത്ഥങ്ങളെയും അനുഗ്രഹിച്ച് നൽകുന്ന ആ ഭഗവാന്റെ എന്ന് വെച്ചാൽ ധർമ്മമർത്ഥ കാമ മോക്ഷത്തെയൊക്കെ നൽകുന്ന ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ
ശരണമടയുന്ന സമർപ്പിതമായ ഭക്തിയോട് കൂടി കഴിയുന്നത് ഏതൊരു ഭക്തനാണോ അതാണ് യഥാർത്ഥത്തിൽ ഒരുവന് ഭഗവാൻ നൽകുന്ന മറ്റെല്ലാ അനുഗ്രഹത്തിനേക്കാളും വലിയ സത്യമായിട്ടുള്ള യഥാർത്ഥ അനുഗ്രഹം എന്ന്. അതായത് ഒരുവൻ്റെ ഈഗോ എവിടെയാണോ കൊഴിഞ്ഞു പോയി അവൻ സകലതും ആ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ജീവിക്കുന്നത്, അത് ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് ഭഗവാൻ കൊടുക്കുന്ന യഥാർത്ഥത്തിലുള്ള അനുഗ്രഹമെന്ന്. നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്തിനാ? മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്ന് പറഞ്ഞിട്ട്. മഹാബലിക്ക് സർവ ഈഗോയും പോയി ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയാൻ മഹാബലിക്ക് സാധിച്ചപ്പോൾ ഭഗവാൻ അതാണ് മഹാബലിക്ക് കൊടുത്ത ഭഗവാന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതാണ്. അത് അനുഭവിച്ചറിയണം. പണമാണോ, വീടാണോ, സ്വത്താണോ, സമ്പാദ്യമാണോ, നല്ല പേരാണോ, ഇതൊന്നുമല്ല ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. അതാണ് സത്യ ആശി. യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം ആശിഷഹ. മറ്റുള്ള അനുഗ്രഹത്തെ താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളെയും നൽകാൻ കഴിവുള്ള ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഈ ശരീര മനോബുദ്ധിയെ കൊണ്ടുവന്ന് ചെന്ന് വെക്കുന്ന ഭക്തനാരോ, അങ്ങനെ ഒരുവന് എപ്പോൾ തോന്നുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ അനുഗ്രഹം. അത് സാധിച്ചാൽ, ആ അവസ്ഥയിലേക്ക് മനസ്സെത്തിയാൽ അതാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. ആര്യ, അല്ലയോ ഭഗവാനെ, അഭിയേവ, അങ്ങനെയാണെങ്കിൽ പോലും ധ്രുവൻ്റെ മനസ്സത്തിലേക്കുള്ള പാകത്തിലെത്തിയിട്ടില്ലല്ലോ, കൊച്ചുകുട്ടിയല്ലേ, കുറേ ആഗ്രഹങ്ങളുണ്ട്. അതാണ് പറയുന്നത് അഭിയേവ, അങ്ങനെയാണെങ്കിൽ പോലും ഭഗവാൻ അനുഗ്രഹകാതര, ഭക്തനെ അനുഗ്രഹിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന അങ്ങ് ദീനാൻ, ഈ അസ്മാൻ ദീനാൻ, എന്നെ പോലെയുള്ള ഈ പാവങ്ങളെ, ഈ ദുഃഖിക്കുന്ന ദീനന്മാരെ, വാശ്ര എന്ന് വെച്ചാൽ ഒരു അമ്മ പശു, വത്സകം ഒരു പശുക്കിടാവിനെ ഇവ എന്ന പോലെ പരിപാലിച്ചാലും. അപ്പോൾ എൻ്റെ മനസ്സ് അവിടേക്ക് എത്തിയിട്ടില്ല. ഏറ്റവും വലിയ അനുഗ്രഹം, ഭഗവാൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു അഹങ്കാരം പൂർണ്ണമായും ഇല്ലാണ്ടായി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരീര മനോബുദ്ധിയെ കൊണ്ട് സമർപ്പിക്കുന്ന ഒരു ഭക്തനാരോ, ആ അവസ്ഥയിലേക്ക് ഏത് ജന്മത്തിലാണോ ഒരുവന് എത്താൻ പറ്റുന്നത് അതാണ് ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. മറ്റ് സൗഭാഗ്യങ്ങളൊന്നുമല്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് എല്ലാം തെളിഞ്ഞോളും. അങ്ങോട്ട് കൊണ്ട് വെക്കുകയാണ് വേണ്ടത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണോ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഭഗവാൻ തന്നോളും. ബ്രഹ്മദേവൻ അതുപോലെയല്ലേ ചെയ്തത്, ധ്രുവൻ അതുപോലെയല്ലേ ചെയ്തത്. അപ്പോൾ അവർക്ക് വേണ്ടത്, അല്ലാതെ അവരൊരിക്കലും ഭഗവാന്റെ അടുത്ത് എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ആവശ്യമേ പറഞ്ഞിട്ടില്ല. അവരുടെ ശരീര മനസ്സിന് ബുദ്ധിയെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം അത് നിഷ്കളങ്കമായിട്ട്, ഒന്നിനും വേണ്ടിയാവരുത്, അത് കിട്ടാൻ വേണ്ടി പോലും കൊണ്ടുവയ്ക്കരുത്. നിഷ്കാമമായി നിഷ്കളങ്കമായി ഈ കർമ്മത്തെ ചെയ്യുമ്പോൾ, ഇത് ചെയ്യുമ്പോൾ, മനസ്സാൽ ഇങ്ങനെ സമർപ്പിക്കുമ്പോൾ, അപ്പോൾ മാത്രമാണ് അവന് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത്. അങ്ങനെ സൗഭാഗ്യങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ മനസ്സാൽ ഇങ്ങനെ ഭഗവാനിൽ സമർപ്പിക്കണ്ടേ. അതിനാർക്കാണോ സാധിച്ചത് അതാണ് ഏറ്റവും വലിയ ഭഗവാന്റെ കയ്യിൽ നിന്നുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും ഭഗവാനെ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, ഒരു അമ്മ പശു പ്രസവിച്ച് കഴിയുമ്പോൾ പശുകിടാവിനെ സംരക്ഷിക്കുന്നത് പോലെ അങ്ങ് സംരക്ഷിച്ചാലും എന്ന് പറയുകയാണ് ധ്രുവൻ. ഇങ്ങനെ ശ്ലോകം 18 മൈത്രേയ ഉവാച, മൈത്രേയ മഹർഷി പറയാണ്, അഥാ അഭിഷ്ടുതഃ ഏവം വൈ സത്കൽപേന ധീമത ഭൃത്യാ അനുരക്തോ ഭഗവാൻ പ്രതിനന്ദ്യ ഇദം അബ്രവീത്. അതാ, അതിനുശേഷം അഭിഷ്ടുതഃ, സ്തുതിക്കപ്പെട്ടപ്പോൾ, ഏവം, ഇപ്രകാരം, സത്കൽപ്പേന, അതായത് സത്സങ്കല്പത്തോടെ, ഉള്ളിൽ ഒരു നിഷ്കാമമായിട്ടാണ്, മറ്റൊരു കാപട്യം നിറഞ്ഞൊരു ചിന്തയില്ല. 5 വയസ്സല്ലേ ഉള്ളൂ ധ്രുവൻ്റെ മനസ്സിൽ. അപ്പം സത്സങ്കല്പത്തോടെ ധീമത, അതായത് പ്രകാശിച്ച ബുദ്ധിയോട് കൂടിയിട്ട് ഇപ്രകാരം ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചപ്പോൾ, ഭൃത്യാ അനുരക്ത, ഭക്തന്മാരോട് അത്യധികം വാത്സര്യമുള്ള ഭഗവാൻ പ്രതിനന്ദ്യ, ആദ്യം തന്നെ ധ്രുവനെ ഒന്ന് അഭിനന്ദിച്ചു. ആ സ്തുതിയിൽ പ്രസന്നനായിട്ട് ധ്രുവനെ അഭിനന്ദിച്ചുകൊണ്ട് ഇദം അബ്രവീത്, ഇപ്രകാരം ധ്രുവനോട് പറഞ്ഞു. ഈ ഭഗവാൻ എന്താണ് പറഞ്ഞത്? ശ്രീ ഭഗവാൻ ഉവാച, 19ാമത്തെ ശ്ലോകം. വേദ അഹം തേ വ്യവസ്ഥിതം ഹൃദി രാജന്യബാലക തത് പ്രയച്ഛാമി ഭദ്രം തേ ദുരാപം അഭി സുവ്രതഃ. രാജന്യബാലക, അല്ലയോ രാജകുമാര,
വേദ അഹം, അഹം വേദ, ഞാൻ അറിയുന്നു, തേ നിന്റെ ഹൃദി വ്യവസ്ഥിതം, നിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന്, ചിന്ത എന്താണ്, സങ്കല്പം എന്താണെന്ന് ഞാൻ അറിയുന്നു ബാല, മകനെ. ഭദ്രം തേ നിനക്ക് നല്ലത് സംഭവിക്കട്ടെ, തത് പ്രയച്ഛാമി ഞാൻ നിനക്കത് തരാം, നിന്റെ ആഗ്രഹം എന്താണെന്ന് ഞാൻ അറിയുന്നു, അത് ഞാൻ നിനക്ക് തരാം. ഭദ്രം തേ നിനക്ക് നല്ലത് സംഭവിക്കട്ടെ. ദുരാപം അഭി സുവ്രത, സുവ്രത എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വ്രതം, നല്ല കഠിന വ്രതത്താൽ എന്നെ പ്രസന്നനാക്കിയത് കൊണ്ട് ദുരാപം അഭി നേടാൻ അത്യധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അത് നിനക്ക് ഞാൻ, നീ ആഗ്രഹിക്കുന്ന ആ കാര്യം നിനക്ക് ഞാൻ തരാൻ പോകുന്നു. എന്തുകൊണ്ടാണ് ഒരു സംശയം പോലെ വന്നത് രഞ്ജിനി? ഒരു സംശയം പ്രകടിപ്പിച്ച പോലെ വന്നു, ഉണ്ടോ? ഇല്ല. അത് ധ്രുവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നാണോ മനസ്സിലാക്കാതെ പോയത്? അത് തോന്നി എനിക്ക്. ധ്രുവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് വെച്ചാല്, ധ്രുവൻ ഒരിക്കലും ഭഗവാന്റെ അടുത്ത് ആഗ്രഹം ഇന്നത് വേണം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഭഗവാന്റെ പരമതത്വത്തെ മനസ്സിലാക്കി സ്തുതിക്കുക മാത്രമാണ് ചെയ്തത്. എന്നിട്ട് ആഗ്രഹമായിട്ട് പറഞ്ഞത് എന്താ? ഈ ഭൂമിയിൽ തന്നെ ജനിച്ചാൽ മതി, പക്ഷേ ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടയുന്ന ഒരു ഭക്തനായിട്ടിരുന്നാൽ മതി, അല്ലാതെ മോക്ഷം ഒന്നും എനിക്ക് വേണ്ട എന്നുള്ള ആ ഒരു അവസ്ഥ. ഭഗവാനെ സ്തുതിക്കുന്ന ഭഗവത് ഭക്തന്മാരുടെ സത്സംഗങ്ങൾ കേൾക്കാനും അവരുമായി സഹവാസത്തിൽ ഇരിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ജന്മം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇന്ന സ്ഥാനം അല്ലെങ്കിൽ ഇന്ന സ്ഥാനമാനം ഇന്ന അധികാരം എനിക്ക് കിട്ടണം ഒന്നും ധ്രുവൻ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞ എന്താ? നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും മകനെ, നിന്റെ ഉള്ളിലെ സങ്കല്പം എന്താണെന്ന്, ആഗ്രഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ ആഗ്രഹിക്കുന്ന ആ കാര്യം കിട്ടാൻ എളുപ്പമല്ല, അത്യധികം, അതാണ് ദുരാപം അഭി, അത്യധികം പ്രയാസമേറിയ ഒരു കാര്യമാണ് നീ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. സുവ്രത, പക്ഷേ നിന്റെ വ്രതം കഠിന വ്രതമായിരുന്നു ഈ 5 മാസം അനുഭവിച്ചത് അല്ലേ? ആ കഠിന വ്രതത്തിൽ പ്രസന്നനായ ഞാൻ നിനക്ക് നീ ആഗ്രഹിക്കുന്ന കാര്യം തരാം. ഇതാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് അന്ന് ആ കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ ധ്രുവന്റെ മനസ്സിൽ എന്താണെന്നറിയോ? അച്ഛനില്ല കൂടെ, രാജ്യമില്ല, സ്വത്തില്ല, സമ്പാദ്യമില്ല, പണമില്ല, എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് ധ്രുവൻ ആ കൊട്ടാരം വിട്ടിറങ്ങിയത് അല്ലേ? അപ്പം ധ്രുവന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയോ? ഏറ്റവും ഉന്നതമായ ഒരു പദത്തിലേക്ക്, ഒരു സ്ഥാനത്തിലേക്ക്, അതായത് അച്ഛനിരുന്ന സിംഹാസനം പോലുമല്ല ധ്രുവ ആഗ്രഹിച്ചത്, അതിൻ്റെ മുകളിൽ ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്ത് എനിക്ക് ഇരിക്കണം എന്നതായിരുന്നു ധ്രുവന്റെ മനസ്സിലെ ആഗ്രഹം. അത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ഭഗവാന് മനസ്സിലായി. അതാണ് ഭഗവാൻ പറഞ്ഞത്, നീ പറഞ്ഞില്ലെങ്കിലും നിൻ്റെ ഉള്ളിലെ സങ്കല്പം എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഭയങ്കര കഠിനമായ ഒരു കാര്യമാണ് നീ ആഗ്രഹിക്കുന്നത്, എളുപ്പമല്ല അത് കിട്ടാൻ. എന്നാലും ഈ 5 വയസ്സുള്ള ബാലൻ എടുത്ത് ഈ കഠിന വ്രതത്തിൽ പ്രസന്നനായ നിനക്ക് അത് അനുഗ്രഹിച്ചു തരാമെന്ന്. ഇനി ആ കൊടുക്കാൻ പോകുന്ന അനുഗ്രഹം എന്താണെന്നോ, അതാണ് നമ്മൾ 20-21 ശ്ലോകത്തിൽ കാണുന്നത്. ന അന്യഃ അധിഷ്ഠിതം ഭദ്ര യത് പ്രാജിഷ്ണു ധ്രുവക്ഷിതി യത്ര ഗൃഹരക്ഷതാരാണാം ജ്യോതിഷാം ചക്രമാഹിതം മേഢ്യാം ഗോ ചക്രവത് സ്ഥാസ്നു പരസ്താത് കൽപ്പവാസിനാം ധർമ്മഃ അഗ്നിഃ കശ്യപഃ ശുക്രോ മുനയഃ ശുക്രഃ മുനയഃ യേ വനൗ ഓഗസ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തഃ യത് സത്താരകഃ. ന അന്യ അധിഷ്ഠിതം ഭദ്ര യത് പ്രാജിഷ്ണു ധ്രുവക്ഷിതി യത്ര ഗൃഹഋക്ഷ താരാണാം ജ്യോതിഷാം ചക്രമാഹിതാം മേഢ്യാം ഗോ ചക്രവത് സ്ഥാസ്നു പരസ്താത് കൽപ്പവാസിനാം ധർമ്മ അഗ്നി കശ്യപ ശുക്രോ മുനയോ യേ വന ഓകസ ചരന്തി ദക്ഷിണീകൃത്യ ഭ്രമന്തോ യത് സത്താരക. ഇവിടെ എന്താ പറയണെന്നാ? ഭദ്ര, അല്ലയോ മകനെ ധ്രുവന് കൊടുക്കാൻ പോകുന്ന അനുഗ്രഹം കേട്ടോളൂ. ന അന്യ അധിഷ്ഠിതം, നിനക്ക് മുന്നേ ന എന്ന് വെച്ചാൽ ഇല്ല, അന്യ വേറൊരാൾക്കും അധിഷ്ഠിതം ആ സ്ഥാനത്ത് എത്താൻ പറ്റിയിട്ടില്ല, മറ്റൊരാൾക്കും അതിനുള്ള യോഗ്യത ഉണ്ടായിട്ടില്ല.
ആ സ്ഥാനം നിനക്ക് ഞാൻ തരാൻ പോകുന്ന ആ സ്ഥാനത്ത് ഇതിനു മുന്നേ മറ്റൊരാൾക്കും എത്താൻ പറ്റിയിട്ടില്ല, മറ്റാർക്കും അതിനുള്ള യോഗ്യത ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്ഥാനമാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. ഇത് ആ സ്ഥാനത്തിൻ്റെ പ്രത്യേകത ബ്രാജിഷ്ണു, പ്രകാശിച്ചു നിൽക്കുന്ന ഒരു സ്ഥാനം. ധ്രുവക്ഷിതി, അതായത് ധ്രുവലോകം. ധ്രുവക്ഷിതി എന്ന് വെച്ചാൽ ധ്രുവലോകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാനം, ഒരു ലോകം, പ്രകാശിച്ചു നിൽക്കുന്ന ഒരു ലോകം, ശാശ്വതമായിട്ടുള്ള ഒരു ലോകം. അതാണ് ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. ഇതിനു മുന്നേ ആ സ്ഥാനത്തെത്താൻ വേറൊരാൾക്കും അതിനുള്ള യോഗ്യത ഉണ്ടായിട്ടില്ല. ധ്രുവലോകം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രകാശിച്ചു നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന ഒരു ലോകം. ഈ ലോകത്തിൻ്റെ പ്രത്യേകത മേഢ്യാം ഗോചക്രവത്ത്. മേഢ്യാം എന്ന് വെച്ചാൽ നടുക്കിൽ ഒരു കേന്ദ്രഭാഗത്ത് ഒരു കുറ്റി ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നു, ഒരു കുറ്റി. ആ കുറ്റിയുമ്മ കയറ് കെട്ടിയിട്ട് കുറേ പശുക്കളെ നിർത്തിയിരിക്കുന്നു. ഇപ്പം ഈ ചക്കിലൊക്കെ ആട്ടുമ്പോൾ പശുക്കൾ ഇങ്ങനെ നിന്ന് തിരിയില്ലേ, ഈ കയറുമ്മ ഈ നടുക്കിലെ കേന്ദ്ര കുറ്റിയുമ്മ കെട്ടിയിട്ട് നിറയെ പശുക്കൾ ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ച് ആ ചക്ക് ഇങ്ങനെ തിരിഞ്ഞ് വരുന്നത് കാണാം. അപ്പം ഈ പശുക്കളുടെ പ്രത്യേകത എന്താ? ഇവർക്ക് ഇത് വിട്ടിട്ട് ഇതിൻ്റെ ഈ ഒരു കയറിൻ്റെ നീളത്തിൻ്റെ പുറത്തേക്ക് അവർക്ക് പോകാൻ പറ്റില്ല, അവർക്കൊരു പരിധിയുണ്ട് അല്ലേ. അത് അവർ എന്തിനെ കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്? ഈ നടുക്കിൽ കുത്തി വെച്ചിരിക്കുന്ന ഈ കേന്ദ്ര കുറ്റിയമെ ആശ്രയിച്ചാണ് ഇവർ നിൽക്കുന്നത്. ആ കുറ്റി പൊട്ടിയ ഇവരൊക്കെ ചിതറിപ്പോവും. ആ കുറ്റിയമ കെട്ടിയിട്ടത് കൊണ്ട് അവരിങ്ങനെ കെട്ടിയിടപ്പെട്ടവരായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് എവിടേക്കും പോകാൻ പറ്റില്ല. മിനിമം ഒരു പരിമിതി ഉണ്ട് ആ കയറിൻ്റെ നീളം, അതിലിങ്ങനെ ചുറ്റിത്തിരിയാൻ മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അവരാശ്രയിച്ചു നിൽക്കുന്നത് ഈ കുറ്റിയെ ആണ്. മനസ്സിലായോ? അതാണ് മേഢ്യാം ഗോ ചക്രവത്ത്. പശുക്കൾ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നത് പോലെ, ആ കുറ്റിക്ക് ചുറ്റും, കേന്ദ്ര കുറ്റിക്ക് ചുറ്റും പശുക്കൾ ചുറ്റിത്തിരിയുന്നത് പോലെ എത്ര ഈ ധ്രുവ ലോകം എന്ന് പറയുന്ന ലോകം ഉണ്ടല്ലോ, ആ ലോകമാണ് കേന്ദ്രം. ആ കേന്ദ്രത്തിന് ചുറ്റും ഗ്രഹങ്ങൾ, വൃക്ഷ, നക്ഷത്രങ്ങൾ, താരാണാം, നക്ഷത്രക്കൂട്ടങ്ങൾ, ജ്യോതിഷാം ചക്രമാഹിതം, ഇത്തരം തേജോഗോളങ്ങൾ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ട് എന്ന്. ഈ ധ്രുവലോകമാകുന്ന കേന്ദ്രകുറ്റിക്ക് ചുറ്റും ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും താരകങ്ങളും ഇങ്ങനെ തേജോഗോളങ്ങൾ മുഴുവനും ഇങ്ങനെ ചുറ്റിത്തിരിയുന്നുണ്ടാകും. ഇനി അവർ മാത്രമല്ല, ധർമ്മദേവൻ, അഗ്നിദേവൻ, കശ്യപ പ്രജാപതി, ശുക്രാചാര്യർ, മുനയോ യേ വന ഓഗസ, വാനപ്രസ്ഥം ഏറ്റെടുത്ത വനത്തിൽ ജീവിക്കുന്ന മുനിമാർ, ഇവരെല്ലാം ഈ സൂക്ഷ്മരൂപത്തിൽ ഈ ഒരു ധ്രുവലോകത്തിനു ചുറ്റും ഗ്രഹങ്ങളെ പോലെ തന്നെ ചരന്തി നടക്കുന്നു. ദക്ഷിണീകൃത്യ, ഇതിനെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട്, ബ്രഹ്മന്തഹ, ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ട് പ്രദക്ഷിണം വെച്ച് അവരും നിൽക്കുന്നു. ഈ സ്ഥാനത്തിൻ്റെ സത്താരകഹ, നക്ഷത്രങ്ങളെ പോലെ തന്നെ അവരും ചുറ്റിത്തിരിയുന്നു. ഇനി കൽപ്പവാസിനാം, ഓരോ കൽപ്പത്തിൻ്റെ അവസാനത്തിലും സ്ഥാസ്നു പരസ്താതു, ഒരു നാശവുമില്ലാതെ നിൽക്കുന്ന ഒരു ലോകം. അതായത് ഓരോ കൽപ്പ അവസാനിക്കുമ്പോഴും ഏത് ലോകങ്ങളൊക്കെ ഇല്ലാണ്ടാവുക? സ്വർഗലോകം തൊട്ടിട്ടുള്ള ലോകങ്ങളൊക്കെ ഇല്ലാണ്ടാവും. താഴേക്ക് വരുന്ന അധോ ലോകങ്ങൾ, ഏറ്റവും മുകളിലുള്ള സത്യലോകം മുതലായ 1, 2, 3 ലോകങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഓരോ കൽപ്പം അവസാനിക്കുമ്പോഴും അവസാനിക്കും. ഏറ്റവും മുകളിലുള്ള ഈ ബ്രഹ്മലോകത്തിൻ്റെ പ്രത്യേകത, അത് ബ്രഹ്മാവിൻ്റെ ആയുസ് തീരുമ്പോഴേ തീരുള്ളൂ. ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് ഒരു കൽപ്പം. അതുകൊണ്ട് ആ ലോകം അത് ബാധിക്കില്ല. അതിന് താഴെ വരുന്ന ലോകങ്ങളാണ് ഓരോ കൽപ്പങ്ങളുടെ അവസാനത്തിലും നശിക്കുന്നതും വീണ്ടും ഉണ്ടാകുന്നതും അല്ലേ. പക്ഷേ ഈ മറ്റെല്ലാം നശിച്ചാലും സത്യലോകം പോലെ തന്നെ നിലനിൽക്കുന്ന ലോകമാണെന്ന് ഈ ധ്രുവലോകം. അതാണ് കൽപ്പവാസിനാം സ്ഥാസ്നു പരസ്താത്. ഓരോ കൽപ്പത്തിൻ്റെ അവസാനത്തിലും മറ്റെല്ലാ ലോകങ്ങളും നശിച്ചു പോയാലും നശിക്കാതെ നിൽക്കുന്ന ലോകം, അതാണ് ധ്രുവലോകം. ആ ലോകത്തിന് പേര് വരെ കൊടുത്തു, ധ്രുവന്റെ നാമം, ശാശ്വതമായ ലോകം. അവിടെ ധ്രുവൻ വസിക്കും, ധ്രുവന്റെ നാമമാണത്. ധ്രുവനെ ചുറ്റിയിട്ട്, ആ ധ്രുവലോകത്തെ ചുറ്റിയാണ് സകല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും താരങ്ങളും തേജോഗോളങ്ങളും. അതുപോലെ തന്നെ വനത്തിൽ വസിക്കുന്ന മഹർഷിമാർ, ധർമ്മദേവൻ, അഗ്നിദേവൻ, കശ്യപ പ്രജാപതി, ശുക്രാചാര്യർ തുടങ്ങിയ മഹർഷിമാരും ഈ നക്ഷത്രങ്ങളെ പോലെ ഈ ലോകത്തെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും സദാ അവരിങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ആ ലോകത്തിൻ്റെ പ്രത്യേകത, ആ ലോകത്തിൽ വസിക്കുന്ന ധ്രുവന്റെ സ്ഥാനം അവർക്ക് മേധയല്ലേ.
നമ്മൾ ക്ഷേത്രത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നത് ആ ക്ഷേത്രത്തിലിരിക്കുന്ന മൂർത്തിയുടെ സ്ഥാനം എന്താണെന്ന് കണ്ടിട്ടാണ്. അപ്പോൾ ഇത്രയും വലിയ മഹർഷിമാരും മുനിമാരും അതുപോലെ തേജോഗോളങ്ങളും നക്ഷത്രങ്ങളും ഈ ധ്രുവലോകമാകുന്ന കേന്ദ്രബിന്ദുവിനെ ചുറ്റി പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു സദാ. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ധ്രുവന്റെ സ്ഥാനം എത്ര മാത്രം ഉയർന്നതാണെന്ന് ആലോചിക്കും. ഇന്ന് വരെ ആർക്കും ആ സ്ഥാനം കിട്ടാനുള്ള യോഗ്യത ഉണ്ടായിട്ടില്ല. ആ സ്ഥാനമാണ് നിനക്ക് ഞാൻ അനുഗ്രഹമായി തരാൻ പോകുന്നത്. ഇതാണ് ഭഗവാൻ ധ്രുവന് കൊടുത്ത അനുഗ്രഹം. ഇനി പറയാണ്, പക്ഷേ ഇവിടുന്ന് ഓടിപ്പോയിട്ട് നിനക്ക് ധ്രുവലോകത്ത് എത്താൻ പറ്റില്ല. നിനക്ക് ഭൂമിയിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. നിനക്ക് നഷ്ടപ്പെട്ടത് എന്താ? അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ്റെ വാത്സല്യം, അച്ഛൻ ഭരിക്കുന്ന രാജ്യം, ഇതൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടു. അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സ്ഥാനത്ത് എത്തണമെങ്കിൽ ഭൂമിയിലെ ജീവിത സാക്ഷാത്കാരം, ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കണം. എന്നിട്ടാണ് ആ സൂക്ഷ്മലോകത്തും എന്ന ധ്രുവലോകത്തിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ശ്ലോകം 22. പ്രസ്ഥിതേതു വനം പ്രീപിത്ര ദത്വാ ഗാം ധർമ്മസംശ്രയഃ ഷഡ്ത്രിംശത് വർഷസാഹസ്രം രക്ഷിത അവ്യാഹിത ഇന്ദ്രിയഃ. ഇവിടെ പറയുന്നത് പ്രസ്ഥിതേ, വനത്തിലേക്ക് പോവുക. പ്രസ്ഥിതേതു വനം, വനത്തിലേക്ക് പോവുക. പിത്ര, നിന്റെ പിതാവായ ഉത്താനപാദ മഹാരാജാവ്. ദത്വ എന്ന് വെച്ചാൽ സ്ഥാനം ഒഴിഞ്ഞിട്ട്. ഗാം എന്ന് വെച്ചാൽ ഭൂമി. അതായത് അന്നത്തെ കാലത്ത് ഒരു രാജാവ് രാജ്യം ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെയല്ല, ഭൂമിയെ മൊത്തമാണ് ഭരിക്കുന്നത്. മഹാബലിയും അന്നത്തെ രാജാക്കന്മാർ ഭൂമിയെ മൊത്തം ഭരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് ഇവരൊക്കെ ഭൂമിയുടെ ചക്രവർത്തിമാരാണ്, അല്ലാതെ ഒരു രാജ്യത്തിൻ്റെ അല്ല. അതാണ് ഇവിടെ ഗാം എന്ന് പറയുന്നത്. ഭൂമിയെ വിട്ടൊഴിയുക. ദത്വ എന്ന് വെച്ചാൽ വിട്ടൊഴിയുക എന്ന് വെച്ചാൽ ഭൂമിയുടെ രാജാവാണ് അന്ന് ഉത്താനപാദ മഹാരാജാവ്. ആ സ്ഥാനം വിട്ടൊഴിഞ്ഞ നിന്റെ പിതാവ് വനത്തിലേക്ക് വാനപ്രസ്ഥ ജീവിതം നയിക്കാൻ പോകും. അപ്പോൾ സ്വന്തം രാജ്യമാകുന്ന ഈ ഭൂമി നിനക്ക് തന്നിട്ടാ പോവുക. അത് നീ ധർമ്മസംശ്രയ, ധർമ്മത്തെ മുൻനിർത്തിക്കൊണ്ട്, ഷഡ് 6, ത്രിംശത് 30, സാഹസ്രം 1000, അപ്പം 36,000 വർഷം രക്ഷിത, നീ ആ ഭൂമിയെ സംരക്ഷിക്കണം. അവ്യാഹിത ഇന്ദ്രിയ, നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ഒരു ശക്തിയും ക്ഷയിക്കാതെ തന്നെ നിനക്കത് സംരക്ഷിക്കാൻ സാധിക്കും. കാരണം നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും നിന്റെ മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയെയും ചലിപ്പിക്കുന്ന ശക്തി ഞാനാണെന്ന് നീ അറിഞ്ഞു. അതുകൊണ്ട് ഇനി എന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് നീ ജീവിക്കുക. അപ്പോൾ നിന്റെ ഇന്ദ്രിയങ്ങൾക്ക് ക്ഷയം സംഭവിക്കില്ല. നിന്റെ ശരീരത്തിന്, നിന്റെ മനസ്സിന്, ബുദ്ധിക്ക് ക്ഷയം സംഭവിക്കില്ല. കാരണം അതിനെ ചലിപ്പിക്കുന്നത് ഞാനാണെന്ന് നീ അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ട് ഇനി അതിൻ്റെ ശക്തിയോടുകൂടി 36,000 വർഷം നീ ഭൂമിയെ ഭരിക്കണം, ധർമ്മത്തെ മുൻനിർത്തി. അപ്പോഴും പറഞ്ഞത് എന്താ ഭഗവാൻ? അദ്വൈതത്തിൽ ഭരിക്കാമെന്നല്ല പറഞ്ഞത്, ധർമ്മത്തെ. ആ ധർമ്മം ഏതാ? ഭൗതിക ധർമ്മം. ഭൂമിയിൽ പാലിക്കേണ്ട ഒരു രാജാവായിരിക്കുമ്പോൾ ഓരോ ജനങ്ങളോടും കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ഭരിച്ച് വേണ്ട സത്യസന്ധമായി മര്യാദ രീതിയിൽ മൂല്യവത്തായ രീതിയിലുള്ള ഒരു ഭരണം. മനസ്സിലായ? അങ്ങനെ കാഴ്ചവെച്ചിട്ട് നീ 36,000 വർഷം ഭൂമിയെ സംരക്ഷിക്കണം. നീ തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ പിതാവ് നിന്നെ ഈ ഭരണം ഏൽപ്പിച്ച് അദ്ദേഹം വാനപ്രസ്ഥത്തിന് പോകും, ഉത്താനപാദ മഹാരാജാവ്. അപ്പോൾ ആ ഉത്തരവാദിത്തം നീ ചെയ്യുക. അപ്പം അത്രയും നാൾ ഭൂമിയുടെ ചക്രവർത്തി ആയിരിക്കുമ്പോൾ നിനക്കും നഷ്ടപ്പെട്ട അധികാരം, ആ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷമാണ് ധ്രുവലോകത്തേക്ക് എത്തുന്നത്. ഇനി ശ്ലോകം 23 പറയാണ്, നിന്നെ വേദനിപ്പിച്ച അവർക്ക്, ആ സുരുചി എന്ന ചിറ്റമ്മയ്ക്കും അവരുടെ പുത്രന് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ത്വത് ഭ്രാതരി ഉത്തമേ നഷ്ടേ മൃഗയായാം തു തത്മന അന്വേഷന്തി വനം മാത ദവാഗ്നി സാ പ്രവക്ഷ്യേതി. ത്വത്, നിന്റെ ഭ്രാതരി സഹോദരനായിട്ടുള്ള ഉത്തമൻ, അതായത് സുരുചിയുടെ മകൻ, മൃഗയായാം, അതായത് മൃഗങ്ങളെ വേട്ടയാടാൻ കാട്ടിലേക്ക് പോകുമ്പോൾ നഷ്ടേ, ജീവൻ നഷ്ടപ്പെടും, അവിടെ വെച്ച് മരിക്കും. തു തത് മന, അത് കേട്ട് മനസ്സ് വിഷമിക്കുന്ന മാത, അവൻ്റെ അമ്മയായ സുരുചി, അന്വേഷന്തി, മകനെ അന്വേഷിച്ച് വനത്തിലേക്ക് പോകുമ്പോൾ ദാവാഗ്നി, അതായത് കാട്ടുതീയാൽ സ പ്രവക്ഷ്യേതി, അവൾ വിഴുങ്ങപ്പെടും. അതായത് കാട്ടുതീയിൽപ്പെട്ട് സുരുചിക്കും ജീവൻ നഷ്ടപ്പെടുമെന്ന്. നിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ഉത്തമൻ കാട്ടിലേക്ക് മൃഗങ്ങളെ വേട്ടയാടാൻ പോകുമ്പോൾ അവിടെ വെച്ച് മരണപ്പെടും. ഇത് കേട്ട് മനം നൊന്ത്, സ്വന്തം മകൻ മരിച്ചുപോയി എന്നുള്ള വാർത്ത അറിഞ്ഞ് മനം നൊന്ത് അവനെ അന്വേഷിച്ച് ഇറങ്ങുന്ന സുരുചി, എൻ്റെ ചിറ്റമ്മ കാട്ടിൽ വെച്ച് കാട്ടുതീയിൽ അകപ്പെട്ട് വെന്ത് ഇല്ലാതായി ഇപ്പോൾ മരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ബാക്കി നാളെ.